നമ്മളൊരു ചെറിയ ചക്ക കൊത്തിയിട്ട് ഇത്രയും ചക്ക കിട്ടി. എല്ലാം പഴം ചക്ക ആയതുകൊണ്ട് എല്ലാം പഴുത്ത് വീണു. ഇത് അവസാനം പിടിച്ചതാണ്. നമ്മൾ റോഡ് സൈഡിലിൻ്റെ കുറേ ചക്ക ഉണ്ട്. ഇന്ന് ചെറിയത് പറിച്ചിട്ട് ഉണ്ടല്ലേ ഇത്രയും കിട്ടി. നല്ലൊരു ചക്കയാണിത്. ഇത് മുമ്പേ ഒരു പ്ലാവ് ഇവിടെ ഉണ്ടായിന്. പഴയ കാലത്തേ ഉള്ളതാണ്. അത് മുറിച്ച് നമ്മൾ പഴയ വീട് കെട്ടുമ്പോൾ അത് മുറിച്ചിട്ട് ആ പ്ലാവിൻ്റെ ചക്ക ഒരുപാട് നല്ല രുചിയില്ല ചക്ക. എത്ര കഴിച്ചാലും ഒരു രോഗം വരില്ല. ചക്ക വയറ് നിറയെ. അതാണ് നമ്മൾ അതാദ്യ കാലത്തെല്ലാം നമ്മൾ വിശപ്പടക്കല അതിനെ കൊണ്ടാണ്. ഒരു ചക്ക ഒരു 50 കിലോയിലും ഉണ്ടാവും. അത്രയും വലിയതാണ്. അത്ര ഒരുപാടൊന്നും പിടിക്കൂലെങ്കിലും എന്നാലും പിടിക്കും. ഒരു 10-50 ചക്കയിലും പിടിക്കും. ഒത്ത തടിയായിട്ട് നീളത്തിൽ പോയ അത്രയും പ്രിയപ്പെട്ട ഒരു ചക്കയാണത്. പഴുത്താലാണെങ്കിൽ വരിക്കാന്ന്. പഴുത്താലാണെങ്കിൽ അതിനകത്ത് എത്ര കഴിച്ചാലും ഒരു രോഗം വരില്ല. അങ്ങനെ മുമ്പിലായിരിക്കും അങ്ങനെ അധികം ചക്ക ഉണ്ടാവില്ല. പാട്ടത്തിനെല്ലാം എടുക്കും അത് ആൾ. ഒരുപാട് ആളെല്ലാം വീട്ടുകാർ പാട്ടെല്ലാം എടുത്തിട്ട് പറിക്കും. അങ്ങനെയാണ്. ഇവിടെ കുറച്ച് ആളുകൾ അന്നേരം ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു നല്ല ഇത് ഞാനത് എന്താക്കി പറഞ്ഞാൽ അവസാനം എൻ്റെ കുരുവെടുത്തിട്ട് കുറേ പാവിയിട്ട് തൈ വെറിച്ച് നട്ടിട്ടുണ്ടായിന്. കുറേ ഉണ്ടായിന്. അതുകൊണ്ട് എല്ലാം നശിച്ചു പോയി. ഒന്ന് മാത്രം ബാക്കിയായിന്. ഇതപ്പോഴേക്ക് ഉണ്ടല്ലോ വരിക്ക പ്ലാവിൻ്റെ കുരു നട്ടാൽ പഴാന്ന് പറഞ്ഞാൽ പിടിച്ചു കഴിഞ്ഞിട്ടാണ് അമ്മ അറിഞ്ഞത്. ഇത് ആ വരിക്ക പ്ലാവിൻ്റെ ചക്കയുടെ കുരുവാണ് നട്ട്. കുരുവെല്ലാം അതേ മോഡലാണ്. എന്ത് നല്ല കുരുവാന്ന് പറയാം. മഴ നനഞ്ഞാൽ പിന്നെ പോയി. നല്ല കുരുവാണ്. ഇതിൻ്റെ എത്ര നല്ലൊരു കുരുവാണ് ഇതിൻ്റെ കുരു. പറഞ്ഞറിയിക്കാമെങ്കിൽ അത്ര നല്ല കുരുവാണ്. മഴ വന്ന് ഇതായിക്കഴിഞ്ഞാൽ പിന്നെ മുളച്ചങ്ങ് പോവും. ഇല്ല ഇപ്പോൾ ഇത് മുളച്ചിട്ടുമില്ല ഒന്നുമില്ലാണ്ടില്ല. നല്ല മുള വരുന്നുണ്ട്. ഈ മഴയെല്ലാം നനഞ്ഞിട്ട് ഇതിങ്ങനെ ഉണ്ട്. നല്ല കുരുവാണ്. അങ്ങനെ നല്ലൊരു ചക്കയാണിത്. ഇനിയുണ്ട് പറയണം. ഇതും ഇപ്പം ഇനി ആ പ്ലാവിന് കേട് വന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുരു എന്നും കൊണ്ട് നട്ടോക്കണം. അന്നേരം ഇനി വരിക്കാവോ നോക്കാമല്ലോ. പഴത്തിൻ്റെ കുരു നട്ടാൽ വരിക്കാവുമെങ്കിൽ പിന്നെ ഇതുകൊണ്ട് നട്ടാൽ മതിയല്ല. നോക്കാം നമുക്ക്. എന്നിട്ട് അങ്ങനെ ഒരു ചക്കയാണിത്. ഒരുപാട് മരമെല്ലാം കിട്ടീന് അതിന് വീട് കെട്ടാൻ വേണ്ടിയിട്ട്. അതിൻ്റെ നല്ല പ്ലാവാണ് ഉണ്ടായിന്. ഒരു പുരാണ കാലത്തേലെ പ്ലാവ്. ഇത് ശരിയാക്കി ഫ്രിഡ്ജിലങ്ങ് വെക്കുക. കുറച്ചായിട്ട് എടുത്ത് വെക്കുക.